അടുത്തതായിട്ട് 613 നാമം. ഭഗവാൻ വിഷ്ണുവും മഹാലക്ഷ്മി ദേവിയും തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നാമങ്ങളാണിത്. ശ്രീധഃ എന്നുള്ള നാമം കഴിഞ്ഞു. ഇനി 613 നാമം ശ്രീശഃ. ഭാഷ്യകാരൻ പറയുന്നു, ലക്ഷ്മി ദേവിയുടെ ഐശ്വര്യത്തിനും ഭഗവാൻ കാരണക്കാരനാകുന്നു എന്ന ന്യായത്താൽ ദേവിക്ക് ശ്രീത്വം ലഭിക്കുന്നതും ഭഗവാൻ കാരണമാണ് എന്നതിനാൽ ശ്രീശഃ എന്ന് നാമം. ശ്രീയുടെ ഈശൻ, ശ്രീ ലക്ഷ്മി ദേവി, ആ ലക്ഷ്മി ദേവിയുടെ ഈശൻ ആണ് ഭഗവാൻ, അതുകൊണ്ട് ശ്രീശഃ എന്ന് നാമം. ശ്രീശ്രീശ്ച ഭവേദഗ്രിയ ഇതി, ഇതാണ് ന്യായം. അതായത് ലക്ഷ്മി ദേവിയുടെ ഐശ്വര്യത്തിന് നിദാനമാകുന്നത് ഭഗവാന്റെ ശക്തിയാണ്. അപ്പോൾ ലക്ഷ്മി ദേവി ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ്. ആ ലക്ഷ്മിക്ക് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നത് ഭഗവാനാണ്. ലക്ഷ്മി ദേവിയുടെ ഐശ്വര്യത്തിനും ഭഗവാൻ കാരണക്കാരനാകുന്നു എന്ന ന്യായത്താൽ ദേവിക്ക് ശ്രീത്വം ലഭിക്കുന്നത്, ശ്രീദേവിക്ക് ശ്രീത്വം, തൻ്റെ സ്വഭാവമായിട്ടുള്ള ഐശ്വര്യം ലഭിക്കുന്നത് ഭഗവാൻ കാരണമാണ്, ഭഗവാനിൽ നിന്നാണ്. അതുകൊണ്ട് ശ്രീശഃ എന്ന് നാമം. രണ്ട് രീതിയിലാണ് ഭാഷ്യകാരൻ ഈ നാമത്തിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഒന്ന് ഇപ്പം പറഞ്ഞത്, ഇനി വേറൊരു രീതിയിൽ കൂടെ പറയുന്നു. അതല്ലെങ്കിൽ ലക്ഷ്മി ദേവിയാണ് ആ ഭഗവാന്റെയും നിയന്താവ്, ഭഗവാന്റെ എല്ലാ അവസ്ഥകളെയും വ്യവസ്ഥാപനം ചെയ്യുന്ന ശക്തിയാണ് ദേവി എന്ന അർത്ഥത്തിലും ശ്രീശഃ എന്ന് നാമം. ദേവിക്ക് ശ്രീത്വം ലഭിക്കുന്നത്, ഐശ്വര്യത്വം ലഭിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്. അതുകൊണ്ട് ഭഗവാൻ ദേവിയുടെ ഈശനാണ്, ശ്രീശഃ. അതല്ലെങ്കിൽ തിരിച്ച് ലക്ഷ്മി ദേവിയാണ് ആ ഭഗവാനെയും നിയന്ത്രിക്കുന്നത്, ഐശ്വര്യം ആയിട്ടുള്ള ശക്തിയാണ് ഭഗവാനെ നിയന്ത്രിക്കുന്നത്. ലക്ഷ്മി ദേവിയാണ് ഭഗവാന്റെയും നിയന്താവ്. ഭഗവാന്റെ എല്ലാ അവസ്ഥകളെയും വ്യവസ്ഥാപനം ചെയ്യുന്ന ശക്തിയാണ് ദേവി എന്നർത്ഥത്തിലും ശ്രീശഃ. ശ്രീ ഈശൻ ആയവനാണ് ഭഗവാൻ. ശ്രീയുടെ ഈശൻ, ശ്രീ ആരുടെയാണോ ഈശൻ, അല്ലെങ്കിൽ ശ്രീ ആരുടെയാണോ ഈശ. അപ്പോൾ ഭഗവാനെ നിയന്ത്രിക്കുന്നതും ലക്ഷ്മി ദേവി തന്നെയാണ്. ഭഗവാന്റെ എല്ലാ അവസ്ഥകളെയും, അതായത് ജീവനായിട്ട് ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, തുരീയാവസ്ഥകൾ, ഈ നാലവസ്ഥകളെയും വ്യവസ്ഥാപനം ചെയ്യുന്നത് ആ ലക്ഷ്മി ദേവിയാണ്. അപ്പം രണ്ട് രീതിയിലും ദേവി ഭഗവാനെയും നിയന്ത്രിക്കുന്നുണ്ട്, ഭഗവാൻ ദേവിയെയും നിയന്ത്രിക്കുന്നുണ്ട്. സത്യത്തിൽ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഐശ്വര്യം ആണ് പ്രപഞ്ചവും അതിൻ്റെ ആ ഐശ്വര്യവും, അതാണ് ഭഗവാനും ദേവിയും. അത് രണ്ടും അഭേദ്യമാണ്, ഇത് പരസ്പര പൂരകങ്ങളാണ്. ആദാവാത്മഗുണത്വേന ഭോഗ്യരൂപേണ വിഗ്രഹേ ആധാരകസ്വരൂപേണ ദാസീഭാവേന വാ സദാ. ലക്ഷ്മി ദേവിയും ഭഗവാനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് പറയാണ്. ലക്ഷ്മി ദേവി ആത്മഗുണമായോ ശരീരരൂപത്തിൽ ഭോഗ്യമായോ ഭഗവാന്റെ ആധാരസ്വരൂപമായോ ദാസീഭാവത്തിലോ സർവദാ ഭഗവാന്റെ കൂടെ നിലനിൽക്കുന്നു. പല ഭാവത്തിൽ, പല രൂപത്തിൽ എപ്പോഴും ഭഗവാന്റെ കൂടെ നിൽക്കുന്നവളാണ് ദേവി. ആത്മഗുണമായോ, ആത്മഗുണം എന്ന് പറഞ്ഞാൽ അയാളുടെ ഗുണം, അയാളുടെ സ്വഭാവം, അയാളുടെ ശക്തി. ഇപ്പം എന്നിൽ ഞാൻ ഇപ്പോൾ സംസാരിക്കാനുള്ള എൻ്റെ ശക്തി, അപ്പോൾ ഞാനെന്ന് പറയുന്നത് നാരായണനും ഞാൻ ഈ സംസാരിക്കാനുള്ള എൻ്റെ ശക്തി ലക്ഷ്മിയുമാണ് എന്ന് പറയുന്നത് പോലെ ഈ ലോകത്തിൻ്റെ മുഴുവൻ
പ്രവൃത്തികളെ നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്. ആ ഭഗവാന്റെ നിയന്ത്രിക്കാനുള്ള ശക്തി ആണ് ലക്ഷ്മി ദേവി. അപ്പോൾ ഈ ലോകത്തിൻ്റെ മുഴുവൻ ആത്മഗുണം, തൻ്റേതായിട്ടുള്ള ഗുണം, ലോകത്തിനെ മുഴുവൻ ഒന്നാക്കി കണക്കാക്കിയാൽ ആ ലോകത്തിൻ്റെ മുഴുവനും ഗുണം അത് ദേവിയാണ്. അപ്പം ലക്ഷ്മി ദേവി ആത്മഗുണമായോ ശരീരരൂപത്തിൽ ഭോഗ്യമായോ, ഇനി ഭഗവാൻ ആത്മഗുണമായിട്ട് നിൽക്കുന്നു, സർവമായിരിക്കുന്ന ഭഗവാന്റെ ഗുണമായിരിക്കുന്നു. ഇനി ശരീരരൂപമാണ് എടുത്തതെങ്കിൽ ശരീരരൂപത്തിൽ ഭോഗ്യമായിട്ട് ലക്ഷ്മി ദേവി സ്ഥിതി ചെയ്യുന്നു. ഇപ്പം നമ്മൾ ഈ ശരീരം എടുത്തിരിക്കുന്നു, നമ്മൾ കാണുന്ന ഈ ലോകം അത് നമ്മളുടെ ഭോഗ്യമാണ്. നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും മനസ്സുകൊണ്ടും ഭോഗിക്കുന്നതാണ് ഈ ലോകം. അപ്പോൾ ഈ ലോകം എന്ന് പറയുന്നത് ലക്ഷ്മിയും ഇത് കാണുന്ന ഞാൻ നാരായണനുമാണ്. അപ്പോൾ ശരീരരൂപത്തിൽ ഭോഗ്യമായോ, ശരീരം ആണ് രൂപം എടുത്തതെങ്കിൽ ആ ശരീരത്തിൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടും പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടും പ്രവർത്തിക്കാനുള്ള ഈ ലോകം, നമ്മൾ കാണുന്ന ഈ ലോകം, ഇത് ലക്ഷ്മി ദേവിയാണ്. അപ്പം ലക്ഷ്മി ദേവി ആത്മഗുണമായോ ശരീരരൂപത്തിൽ ഭോഗ്യമായോ ഭഗവാന്റെ ആധാര സ്വരൂപമായോ, ഇനി ഈ മൊത്തം ഭഗവാന് ആധാരം ആയിട്ടിരിക്കുന്നത് ലക്ഷ്മി ദേവിയാണ്. അങ്ങനെ ഈ മൊത്തം ഭഗവാന്റെ ആധാരം ലക്ഷ്മിയിലാണ്. അങ്ങനെ ആധാര സ്വരൂപമായോ ദാസീഭാവത്തിലോ, ദാസീഭാവം എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നോ അത് അപ്പോൾ ചെയ്തു കൊടുക്കുന്ന പ്രകൃതി സ്വരൂപമായോ, സർവദാ ഭഗവാന്റെ കൂടെ നിലനിൽക്കുന്നു. എപ്പോഴും ഭഗവാൻ ഉണ്ടെങ്കിൽ അവിടെ ദേവി ഉണ്ടായിരിക്കും, ദേവി ഉണ്ടെങ്കിൽ അവിടെ ഭഗവാനും ഉണ്ടായിരിക്കും. ലക്ഷ്മി തന്ത്രം എന്ന് പറയുന്നൊരു വൈഷ്ണവ ഗ്രന്ഥമുണ്ട്. അത് പ്രധാനമായിട്ടും ഭഗവാനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ലക്ഷ്മിയാണ് അവിടെ പ്രധാനം, ലക്ഷ്മി ദേവിയാണ് അവിടെ പ്രധാനം. ലക്ഷ്മി തന്ത്രത്തിലെ ഏറ്റവും പ്രധാന ലക്ഷ്മി ദേവിയാണ്. ആ ലക്ഷ്മി ദേവിയുടെ ഭാഗമായിട്ടാണ് അവിടെ നാരായണനെ കണക്കാക്കിയിട്ടുള്ളത്. ഈ ലക്ഷ്മി ദേവിയിൽ നിലനിൽക്കുന്ന ചൈതന്യമാണ് നാരായണൻ. ആ ദേവിയാണ് അവിടെ പ്രാധാന്യം. അപ്പോൾ നാരായണൻ എന്ന് പറയുന്നത് ലക്ഷ്മി കൂടാതെയും ലക്ഷ്മി എന്ന് പറയുന്നത് നാരായണൻ കൂടാതെയും അസ്തിത്വം ഇല്ലാത്തവരാണ്. അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈശന്മാരാണ്. ദേവി നാരായണൻ്റെ ഈശയാണ്, നാരായണൻ ദേവിയുടെ ഈശനും ആണ്. പും പ്രധാനേശ്വരേശ്വരി ഇതി ഹി തസ്യാഹ നാമ. പും പ്രധാനേശ്വരേശ്വരി എന്ന് ദേവിക്ക് നാമം. പും പ്രധാനേശ്വരേശ്വരി എന്ന് പറഞ്ഞാൽ എന്താണ്? പും പ്രധാനം, പുരുഷൻ, പ്രകൃതി. പുരുഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഈ പുരുഷൻ കാണുന്ന അനുഭവിക്കുന്ന ലോകം പ്രകൃതി. പും പ്രധാനം, ഈ പുരുഷന്റെയും പ്രകൃതിയുടെയും ഈശ്വരൻ പരമാത്മാവ് സാക്ഷാൽ നാരായണൻ. പരമാത്മാവിൻ്റെ ഭാഗമായിട്ടുള്ള ജീവാത്മാവ്, ആ ജീവാത്മാവ് അനുഭവിക്കുന്ന പ്രപഞ്ചം, അങ്ങനെ മൂന്നെണ്ണം. ഈ മൂന്നിൻ്റെയും ഈശ്വരി. പും പ്രധാന ഈശ്വരന്, പും പ്രധാന ഈശ്വര ഈശ്വരി, പും പ്രധാനേശ്വരേശ്വരി, ഈ മൂന്നിൻ്റെയും ഈശ്വരിയായി ഇരിക്കുന്നവൾ. ജീവൻ അനുഭവിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ, ഇതിൻ്റെ രണ്ടിൻ്റെയും നിയന്താവായിരിക്കുന്ന നാരായണൻ്റെയും ഈശ്വരിയായിരിക്കുന്നവളാണ് ലക്ഷ്മി. അപ്പം പരസ്പര പൂരകങ്ങളായി പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈശന്മാരായി ഇരിക്കുന്നു. അതുകൊണ്ട് ശ്രീശ എന്ന് നാമം. അടുത്ത 614 നാമം ശ്രീനിവാസഃ. ശ്രീനിവാസഃ, ശ്രീനിവാസഃ. ഭഗവാൻ ശ്രീയുടെ നിവാസസ്ഥാനമാണ്. ശ്രീ എന്തിനാണോ വസിക്കുന്നത് അതാണ് ശ്രീനിവാസൻ. ഭാഷകാരൻ പറയുന്നു, കൽപ്പദ്രുമത്തിന് ദിവ്യമായ വല്ലിയെപ്പോലെ ഭഗവാൻ ആ ദേവിക്ക് നിത്യവും താങ്ങായിരിക്കുന്നതിനാൽ ശ്രീനിവാസ എന്ന് നാമം.
കൽപ്പദ്രുമം, കൽപ്പവൃക്ഷം, ദേവലോകത്തിലെ കൽപ്പവൃക്ഷം. ആ കൽപ്പവൃക്ഷത്തിൽ ഒരു വള്ളി ചുറ്റി കിടക്കുന്നുണ്ട്. അതിനെ കൽപ്പവള്ളി എന്നാണ് പറയാം. കൽപ്പവല്ലി അല്ലെങ്കിൽ കൽപ്പവള്ളി. വള്ളി ഇങ്ങനെ ചുറ്റിപ്പടർന്ന് കിടക്കുകയാണ് ആ കൽപ്പവൃക്ഷത്തിനെ ചുറ്റിയിട്ട്. അതുപോലെ ആ ദേവിക്ക് നിത്യവും ഭഗവാൻ താങ്ങാണ്. ആ ദേവിയെ താങ്ങി നിർത്തുന്നത് ഭഗവാനാണ്. ഏതുപോലെയാണോ കൽപ്പവൃക്ഷം ആ വല്ലിയെ താങ്ങി നിൽക്കുന്നത്, വല്ലി കൽപ്പവൃക്ഷത്തിൻ്റെ ശരീരത്തിൽ പടർന്നു കയറിയിരിക്കുന്നത് പോലെ ഭഗവാന്റെ ശരീരത്തിൽ, ഈ പ്രപഞ്ചത്തിൽ ദേവി പടർന്ന് കയറിയിരിക്കുന്നു. അപ്പോൾ ഭഗവാനിൽ ദേവി നിവസിക്കുന്നു. അങ്ങനെ ആ ദേവി ആയിരിക്കുന്ന ശ്രീ നിവസിക്കുന്ന ഭഗവാൻ എന്നുള്ള അർത്ഥത്തിൽ ഭഗവാന് ശ്രീനിവാസ എന്ന് നാമം. അടുത്തത് 615 നാമം ശ്രീനിധി. ഈ നാമങ്ങൾ മുഴുവൻ ദേവിയും ഭഗവാനും തമ്മിലുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധത്തെ കുറിക്കുന്നതാണ്. ശ്രീനിധി, ഭാഷകാരൻ പറയുന്നു, രത്നങ്ങളുടെ കൂട്ടം പോലെ, നിധിപ്പെട്ടിയിൽ നിധി ഇരിക്കുന്നത് പോലെ ഭഗവാനിൽ ദേവി അടങ്ങിയിരിക്കുന്നു എന്നതിനാൽ ശ്രീനിധി എന്ന് നാമം. നിധി, നിധനം ചെയ്തിരിക്കുന്നതാണ് നിധി. നിധി എന്ന് പറയുന്നതിന് രണ്ടർത്ഥം. ഒന്ന് അമൂല്യമായത് എന്നർത്ഥം, രണ്ട് ഗൂഢമായിട്ട് രഹസ്യമായിട്ട് അടങ്ങിയിരിക്കുന്നത്. ഏറ്റവും അമൂല്യമായതാണ്, പക്ഷെ അത് രഹസ്യമായിട്ട് അടങ്ങിയിരിക്കുന്നതാണ്. രത്നങ്ങളുടെ കൂട്ടം, ഒരു നിധിപ്പെട്ടിയിൽ നിധി, രത്നങ്ങളുടെ കൂട്ടം ഇങ്ങനെ ഇരിക്കുകയാണ്. അമൂല്യമായിട്ടുള്ള രത്നങ്ങളുടെ കൂട്ടം ഇരിക്കുകയാണ്. അതുപോലെ ഈ ഭഗവാനിൽ ദേവി അന്തർഹിതയായിരിക്കുകയാണ്, അടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഭഗവാനാണ് ദേവിയെ താങ്ങി നിർത്തുന്നത്, ദേവിയെ തൻ്റെ ഉള്ളിൽ നിർത്തുന്നത്. അപ്പൊ നിധിയായിട്ടുള്ള ശ്രീ ഭഗവതിയെ തൻ്റെ ഉള്ളിൽ നിർത്തുന്നു. അതുകൊണ്ട് ഭഗവാന് ശ്രീനിധി എന്ന് നാമം. അടുത്തത് 616 നാമം ശ്രീ വിഭാവന. ശ്രീയാൽ, ഇവിടെ ശ്രീ വിഭാവന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശ്രീയാൽ വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നവൻ. ശ്രീദേവിയാൽ, ലക്ഷ്മി ദേവിയാൽ വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നവൻ. ഭാഷകാരൻ പറയുന്നു, ആ ലക്ഷ്മി ദേവിയാണ് ഭഗവാന്റെ കീർത്തിക്ക് ഹേതുവായിരിക്കുന്നത് എന്നതിനാൽ ശ്രീ വിഭാവന എന്ന് നാമം. ഭഗവാന്റെ ഏറ്റവും വലിയ കീർത്തി എന്ന് പറയുന്നത് ലക്ഷ്മിയുടെ പതിയാണ് എന്നുള്ളതാണ്. എന്തൊക്കെ ഭഗവാന് ഗുണങ്ങളുണ്ട് എങ്കിൽ പോലും അതിൽ ശ്രീയുടെ പതി, ലക്ഷ്മീപതി എന്നുള്ള ആ ടൈറ്റിൽ ആണ് ഭഗവാനെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായത്. അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയാണ് ഭഗവാന്റെ കീർത്തിക്ക് കാരണമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയാണ് ഈ ഭഗവാന്റെ കീർത്തിയെ കൂട്ടുന്നത്. അതുകൊണ്ട് ഭഗവാന് ശ്രീ വിഭാവന, ശ്രീയാൽ വിഭാവന ചെയ്യപ്പെട്ടവൻ, ലക്ഷ്മി ദേവിയാൽ വിഭാവന ചെയ്യപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിൽ ശ്രീ വിഭാവന എന്ന് നാമം. രാമായണത്തിൽ പറയുന്നു, അപ്രമേയം ഹി തത്തേജ യസ്യ സാ ജനകാത്മജ ഇതിവത്. ആ ജനകപുത്രിയായ സീത ആരുടെ സ്വന്തമാണോ അയാളുടെ തേജസ് അളക്കാനാകാത്തതാണ്. ആർക്കാണോ ജനകപുത്രിയായ സീത ഭാര്യയായിട്ടുള്ളത് അയാൾ അളക്കപ്പെടാനാകാത്ത തേജസ്സോടു കൂടിയവനാണ്. അത് സീത സ്വന്തമായിരിക്കുന്നത് കൊണ്ടാണ്. സീത എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ അവതാരമാണ്. അപ്പം ലക്ഷ്മി ദേവി അഥവാ സീത സ്വന്തമാണ് എന്നുള്ളതാണ് ഭഗവാന്റെ, നാരായണന്റെ അല്ലെങ്കിൽ ശ്രീരാമന്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി. ശ്രീമൻ നാരായണൻ എന്നാണ് നാരായണനെ പറയുക. ശ്രീയോടുകൂടിയ
നാരായണൻ. അടുത്തത് 617 നാമം ശ്രീധര. ശ്രീയെ ധരിക്കുന്നവൻ എന്നാണ് ശ്രീധര എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഭാഷകാരൻ പറയുന്നു, ഏതുപോലെയാണോ ഒരു രത്നം തൻ്റെ പ്രകാശത്തെ ധരിക്കുന്നത്, പുഷ്പം തൻ്റെ സുഗന്ധത്തെ ധരിക്കുന്നത്, ഇന്ദു തൻ്റെ ചന്ദ്രികയെ ധരിക്കുന്നത്, അമൃത് തൻ്റെ മധുര സ്വാദിനെ ധരിക്കുന്നത്, ഔത്പത്തികമായ സംബന്ധത്താൽ ഭഗവാൻ ആ ദേവിയെ ധരിക്കുന്നു എന്നതിനാൽ ഭഗവാന് ശ്രീധര എന്ന് നാമം. അപ്പോൾ ഭഗവാൻ ഈ നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങളെ പോലെ ദേവിയെ ധരിക്കുന്നു. രത്നം തൻ്റെ പ്രകാശത്തെ ധരിക്കുക. രത്നം എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കും. പ്രകാശിക്കാത്ത രത്നമില്ല. അല്ലെങ്കിൽ അത് പ്രകാശമില്ലാതാക്കണമെങ്കിൽ, നല്ല രത്നമാണ്, അത് പ്രകാശമില്ലാതാക്കണം എന്നുണ്ടെങ്കിൽ അതിനെ മൂടി വെക്കണം. മൂടി വെക്കാത്തിടത്തോളം കാലം ആ പ്രകാശം ആ രത്നവുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധം ഉള്ളതാണ്. പുഷ്പം തൻ്റെ സുഗന്ധത്തെ ധരിക്കുന്നത്. പുഷ്പം എപ്പോഴും സുഗന്ധത്തോടു കൂടിയതാണ്. ഇന്ദു തൻ്റെ ചന്ദ്രികയെ ധരിക്കുന്നത്. ചന്ദ്രൻ തൻ്റെ ആ ചന്ദ്രികയെ, പ്രകാശത്തെ ധരിക്കുന്നത്. ഇതിനെ രണ്ടിനെയും നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. അമൃത് തൻ്റെ മധുര സ്വാദിനെ ധരിക്കുന്നത്. ഔത്പത്തികമായ സംബന്ധത്താൽ. ഔത്പത്തികമായ സംബന്ധം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തിയിൽ തന്നെ ഉള്ളത്. ഏതുപോലെയാണോ, അതായത് അതിൽ നിന്നും വേർതിരിക്കാൻ സാധിക്കാത്തത്. ഒരു ഇലയ്ക്ക് പച്ച നിറമുണ്ട് എങ്കിൽ അത് ഇല ഉണ്ടായപ്പോൾ തന്നെ പച്ച നിറമാണ്. ആ ഇലയെയും പച്ച നിറത്തെയും നമുക്ക് വേർതിരിക്കാൻ സാധിക്കില്ല. ചെമ്പരത്തി പൂവിൻ്റെ ചുവന്ന നിറം, ആ പൂവിനെയും ചുവപ്പിനെയും വേർതിരിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് അതാണ് ആ ഉത്പത്തികമായിട്ടുള്ള സംബന്ധം. ഉത്പത്തിയോടുകൂടി ഉള്ളതാണത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ പോലെ ദേവി എന്ന് പറയുന്നത് ഭഗവാൻ ദേവിയോട് ചേർന്ന് ഉത്പത്തി മുതലേ ഉള്ളതാണ്. അതുകൊണ്ട് ഭഗവാന് ശ്രീധര എന്ന നാമം. ഉത്പത്തി മുതലേ ശ്രീയെ ധരിക്കുന്നവൻ, ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ശ്രീയെ ധരിക്കുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് ശ്രീധര എന്ന് നാമം. നഹി ഹാതുമിയം ശക്യ കീർത്തിരാത്മവതോ യഥാ. ആത്മവാനായവന് കീർത്തിയെ പോലെ സീതയെ ശ്രീരാമന് പിരിയാൻ സാധ്യമല്ല. സ്വധർമ്മത്തിൽ പ്രവർത്തിക്കുന്നവനെ കീർത്തിയെ പോലെ. എപ്പോഴാണോ സ്വധർമ്മനിരതനായ ഒരാൾ പ്രവർത്തിക്കുന്നത്, അയാൾ കീർത്തിമാനായേ തീരൂ. സ്വധർമ്മത്തിൽ പ്രവർത്തിക്കുന്ന ആൾ എപ്പോഴും കീർത്തിമാനായിരിക്കും. അയാളിൽ നിന്നും കീർത്തിയെ വേർതിരിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് പോലെ സീതയെ ശ്രീരാമന് പിരിയാൻ സാധ്യമല്ല. അപ്പോൾ സീത എന്ന് പറയുന്നത് ലക്ഷ്മി ദേവി, ശ്രീരാമൻ എന്ന് പറയുന്നത് നാരായണൻ. അപ്പോൾ ഭഗവാനും ലക്ഷ്മിയും ഒരിക്കലും പിരിയാത്തവരാണ്. കാരണം ഭഗവാൻ ലക്ഷ്മിയെ ധരിക്കുന്നവനാണ് ഉത്പത്തി മുതലേ. അതുകൊണ്ട് ഭഗവാന് ശ്രീധര എന്ന് നാമം.